മുതലാളി ഗ്രീൻ റൂം ഇവിടെ വന്നിട്ട് അരമണിക്കൂറായില്ല. ഇനി അതും കൂടെ ഞാൻ കാണിച്ചു തരണോ? പോ, അകത്തോട്ട് പോ. അപ്പൊ എന്നെ ആരാ മേക്കപ്പ് ചെയ്യുന്നത്? ഓ, ഇനി അതും കൂടെ ഞാൻ ചെയ്തു തരാം. നാടകം കളിച്ചുതരാം. നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. പോപ്കോൺ. പോയി ചെയ്യടാ, പോടാ. പോപ്കോൺ. ഒരു വണ്ടി ഹോൺ അടിച്ചോണ്ട് വരുന്നു. ഏയ്, ഇത് ഫോൺ അടിച്ചു പോയതല്ല. ഇത് ഞാൻ പൊരിയുടെ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞതാ. പോപ്കോൺ. പോപ്കോൺ എന്നാ? ഹലോ മുതലാളി, ഇന്ന് പറഞ്ഞോ. നിങ്ങൾ അളിയനും മാമനും മച്ചമ്പിയൊക്കെ അങ്ങ് വീട്ടിലായിക്കോണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പൊരിക്കച്ചവടക്കാരനെ സമിതിയിൽ കൊണ്ടുവരലെന്ന്. ഹലോ, നീ എന്റെ അളിയനായിട്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഇമാരെ നിന്റെ ദേഹത്ത് കൈവയ്ക്കാത്ത. നിന്റെ അടുത്ത് തട്ടിക്കാറില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഗ്രീൻ റൂമിൽ പറയരുത്. നീ പൊരി വയ്ക്കാൻ വന്നാൽ അവരുടെ ഇടയിൽ പോയി പൊരി വിട്ടോളാം. അല്ല ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല. ഇറങ്ങി പല എവിടെ എവിടെയെങ്കിലും പോയി. ചേട്ടാ ഇതുവരെ മേക്കപ്പ് ചെയ്തില്ലേ നീ? നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? പിന്നെ നിങ്ങൾ ദേഷ്യപ്പെടക്കം, വീട്ടിൽ പോയ ഭാര്യ ദേഷ്യപ്പെടക്കം. ഇടാ, ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ഒരു ഒറ്റ ഘടകത്തെ ആശ്രയിച്ചാണ്. പോപ്കോൺ. നീ ഇവിടെ നിന്ന് രാത്രി നാടകം കളിച്ച് വീട്ടിലോട്ട് ചെന്ന് കയറി കഥ തട്ടി അവള് കഥ തുറന്ന് നിന്റെ മുഖത്ത് നോക്കി അവൾ ഒരു ഒറ്റ പറച്ചിൽ പറയും, പോപ്കോൺ വേണോ ചേട്ടാ വാ ക്ഷീണിച്ച് വന്നില്ലേ എന്ന് പറഞ്ഞാൽ അവൾ എണ്ണയും സോപ്പും തോർത്തൊക്കെ എടുത്ത് തന്ന് നേരെ ബാത്റൂമിൽ പോയി കുളിച്ച് വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു. അവള് നിന്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റ പറച്ചിലാണ്, ഒരു പോപ്കോൺ എടുക്കട്ടാ ചേട്ടാ വാ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് അവള് ചായയൊക്കെ തന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരെ ബെഡ്റൂമിൽ പോയി കിടക്കുമ്പോൾ ഒന്നും രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെറിയ വഴക്കൊക്കെ നടക്കുകയാണെങ്കിൽ അവള് നിന്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റ പറച്ചിൽ പറയും. ഇനി ഞാൻ നിങ്ങൾക്ക് പോപ്കോൺ തരൂല. നിങ്ങൾ വേറെ ഏതെങ്കിലും കടയിൽ ചെന്ന് വാങ്ങിച്ചാൽ മതി. കുറെ നേരം കൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സമിതിയിൽ പറ്റില്ല. ഒന്നിൽ ഇവൻ, അല്ലെങ്കിൽ ഞാൻ. വെളിയിൽ ഒരാൾ കുറച്ച് നേരം കൊണ്ട് എന്നെ പറഞ്ഞ് പറ്റി. അതൊന്നും എനിക്കറിയണ്ട. നീ വെളിയിൽ പോപ്കോൺ വിൽക്കാൻ പോണേ പോ. ഓക്കെ, നിങ്ങളൊക്കെ വലിയ ആർട്ടിസ്റ്റുകൾ. ഞാൻ അയ്യോ, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്റെ പൊന്നു റോയ്, അത് ഇവിടെ അല്ല. ഇവിടെ അല്ലേ? നമ്മുടെ ഗ്രാമത്തില് ഒരു ഭീകര ജീവി ഇറങ്ങും. അതാണ് നീ. അതാണ് ഞാൻ. ചുവന്ന ലൈറ്റും കത്തും മ്യൂസിക് കേൾക്കും. അപ്പോഴും വേണം വരായി. ചുവന്ന ലൈറ്റും ചംസ മ്യൂസിക്. ഓക്കെ അല്ലേ? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. വാ പറഞ്ഞുതരാം. ആ വണ്ടി വീണ്ടും വന്നല്ല ഫോൺ ഓടിച്ചോണ്ട്. ശരി, ഞാൻ ഈ വണ്ടി എവിടെ കിടന്ന് ഫോൺ അടിക്കും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ അളിയന്റെ സമിതിയാണ്. ഞാൻ ഈ വണ്ടി കയറി ഇവിടെ വരണ എന്തിനാണ്? ഈ പറമ്പിൽ കച്ചവടം ചെയ്യാനാണ്. നിങ്ങൾ അഭിനയിച്ചാൽ മതി, കുളമാക്കാതെ. അത് മാത്രം നോക്കിയാൽ മതി കേട്ടാ.